ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിയും അതുപോലെ അജയുടെ കൂട്ടുകാരൻ വക്കീലും കൂടെ ചേർന്ന് ആ വലിയ വക്കീലിനെ കാണാനായിട്ട് പോയി അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീസ് കേട്ട് നമ്മുടെ ഭൂമി നടുങ്ങി. 35 lakhs ഫീസ് മാത്രം, മറ്റു കാര്യങ്ങൾക്ക് വേറെ പൈസ. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തല കറങ്ങി രണ്ടുപേരും കൂടി ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും അത് അറിയിക്കാം, നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് വരാനും പോകാനും എക്സ്ട്രാ പൈസ, അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്ക് എക്സ്ട്രാ പൈസ, ഇങ്ങനെ ഒരുപാട് പൈസയുടെ കണക്കുകൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ വക്കീൽ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ ഇരിക്കുക. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂമിയുടെ ആ ഒരു നിപ്പും ഭൂമിയുടെ ആ ഒരു ടെൻഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വക്കീലിന് കാര്യം മനസ്സിലായി. വക്കീൽ അന്നേരം ഭൂമിയോട് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന കാര്യം പറയാണ്. എന്തായാലും ഈ വക്കീലിനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഭൂമി എന്ന് പറയുമ്പോൾ, അത്രയും വലിയൊരു തുകയൊന്നും എൻ്റെ കയ്യിലില്ല എന്നുള്ള രീതിയിൽ ഭൂമി പറയുക. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് പുറത്തിറക്കിയേ പറ്റൂ, അതിനെനിക്ക് എൻ്റേതായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്നും ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ എന്തായാലും തുറക്കാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷാപരമായിട്ടുള്ള ഒരു സംസാരം നമ്മുടെ ഭൂമി പറയുക അവിടെ. അപ്പോൾ എന്തെങ്കിലും ഒരു വഴി തൻ്റെ മുന്നിൽ തുറന്നു വരും എന്ന് തറപ്പിച്ച് ഭൂമി ഈ വക്കീലിനോട് പറയുവാണ്. അപ്പോൾ ഭൂമി എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക, എന്ത് സഹായത്തിനും ഭൂമിക്കൊപ്പം ഞാനുണ്ട് എന്ന് വക്കീൽ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഹൈക്കോടതി വക്കീലിനെ കൊണ്ടൊന്നും കാര്യം നടത്തിയെടുക്കാൻ പറ്റില്ല എന്ന് ഭൂമിക്ക് മനസ്സിലായി. പക്ഷേ എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും തൻ്റെ അമ്മയെ താൻ പുറത്തു കൊണ്ടുവരുമെന്നുള്ള വാശിയിൽ തന്നെയാണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത്. അങ്ങനെ ഭൂമി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഭവാനിയും മകളും താമസിക്കുന്നിടത്തേക്ക് ഒരാൾ വരിക. അപ്പോൾ അയാൾ വന്നപ്പോൾ ഭവാനി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഭവാനി വിളിച്ചിട്ട് വന്നതാണ് അയാൾ. ഭവാനി അയാളെ വിളിച്ചു, അയാൾ വന്നു. അപ്പോൾ എന്താ മേഡം വരണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭവാനി ഇയാളെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കുക. അതും സൗഭാഗ്യപുരത്തേക്ക് പോയി അവിടെ ചെന്ന് അവരോട് ഭവാനിയും മകളും എവിടെ ഉണ്ട് എന്ന് പറയണമെന്നും അതിൻ്റെ വഴികളും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ പോലും അറിയാതെ ഇവരിലേക്ക് സൗഭാഗ്യപുരക്കാർ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തണം. ചില ഉറപ്പുകളൊക്കെ ഇവർക്ക് വേണം. അതിനുവേണ്ടി ഭവാനി കളിക്കുന്ന ഒരു നാടകമാണിത്. അങ്ങനെ ഭവാനി ആ വന്ന പുള്ളിയോട് വിവരങ്ങളെല്ലാം പറയുന്നു. അപ്പം ഞങ്ങളിവിടെ ഉണ്ടെന്നും ഇങ്ങനെ ഒരു എന്തായാലും അവർ അന്വേഷിക്കാതിരിക്കില്ല, അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അല്ലെങ്കിൽ അറിഞ്ഞതാണ്, അങ്ങനെയാണ് അവരവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഏൽപ്പിക്കുക. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് താൻ അവിടെ പോയി പറയരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇല്ല മേഡം. അപ്പോൾ അയാൾക്ക് കുറേ കാശ് ഓഫർ ചെയ്തു ഭവാനി. അങ്ങനെ അയാളും ഭവാനിയുമായി സംസാരിച്ചതിന് ശേഷം ഭവാനി എന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം നടത്തിയെടുക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. മകളാണെങ്കിൽ അകത്ത് ഈ ജീവിതം മടുത്തെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അയാളെ കച്ച കെട്ടി ഭവാനി പറഞ്ഞു വിട്ടു. അതിനുശേഷം ഭവാനി അവിടെ നിന്ന് സ്വയം താൻ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുക. തൻ്റെ ഭർത്താവ് മരിക്കാനുണ്ടായ സാഹചര്യം പോലും ഭവാനി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. ഇപ്പോൾ ഭവാനി ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് ചെയ്തത് ഈ ലോകത്ത് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, ഇനിയിട്ട് തിരിച്ചറിയാനും പോകുന്നില്ല. പക്ഷേ ഭൂമിയുടെ കാര്യത്തിൽ മാത്രം ഭവാനിക്കൊരു സംശയം. കാരണം അത്തരം തെളിവുകളെല്ലാം കൈവശം ഭൂമിക്ക് ഉള്ളത് കൊണ്ട് ഭൂമി അതുമായിട്ട് വന്നു എന്നുള്ളൊരു ധാരണയാണ്. ആ ഒരു ധാരണാപ്പുറത്താണ് പുള്ളിക്കാരി ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സൗഭാഗ്യപുരംകാരുടെ നീക്കം, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലായിരിക്കും ഇനി ഇവരോട് അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഒരു എറിഞ്ഞ് നോക്കുന്നതാണ് ഭവാനി. ഇയാളെ കുറേ പൈസ ഓഫർ ചെയ്ത് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് മകളോട് ചെന്ന് വിവരങ്ങൾ പറയാം. അപ്പോൾ മകള് അമ്മ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു. മിക്കവാറും സൗഭാഗ്യപുരംകാർ നമ്മളെ തേടി വരും, നല്ല രീതിയിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള മനസ്സോടുകൂടിയാണ് വരുന്നതെങ്കിൽ നീ ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. എന്താ കാര്യം അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആരെല്ലാം വന്ന് വിളിച്ചാലും അജയ് നിന്നെ വന്ന് വിളിക്കണമെന്നും അജയ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടു അല്ലെങ്കിൽ അജയ് നിന്നെ കെട്ടുമെന്നുള്ളൊരു ഉറപ്പ് അത് അജയുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണമെന്നുള്ള കാര്യങ്ങളും പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സൗഭാഗ്യപുരത്തേക്ക് തിരിച്ചു വരുവുള്ളൂ എന്ന് പറയണമെന്നും പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമോ അമ്മ എന്ന് ചോദിക്കുക മകൾ. നടന്നില്ലെങ്കിൽ നടത്തിയെടുക്കണം, അതിലാണ് നിൻ്റെ മിടുക്കിരിക്കുന്നതെന്നും അമ്മ മോളോട് പറയണേ. അങ്ങനെ അമ്മയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ അമ്മയുടെ ഒരു അമ്മയുടെ ബുദ്ധിയൊന്നും നീ കണ്ടിട്ടില്ല മോളെ എന്ന് ഭവാനി അന്നേരം മനസ്സിൽ പറയാം. ഈ ഭവാനി ആരാണെന്നോ എന്താണെന്നോ ഭവാനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് സ്വന്തം ഭർത്താവ് മരിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. അത് വേറൊന്നുമല്ല, ഭവാനിക്ക് എന്തൊക്കെയോ കൂടെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഭർത്താവ് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ ഭർത്താവ്
കീഴടങ്ങാമെന്നുള്ള കാര്യം പറഞ്ഞു. പോലീസിന് മുന്നിൽ കീഴടങ്ങാം, ബാക്കിയുള്ളത് വരുന്നിടത്ത് വെച്ച് നോക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ അതിന് കീഴടങ്ങാനോ അല്ലെങ്കിൽ കിട്ടിയ കയ്യിലുണ്ടായിരുന്ന കോടിക്കണക്കിന് മുതലുകൾ, നാട്ടുകാരെല്ലാം പറ്റിച്ച് കുറേ കാശുണ്ടാക്കിയായിരുന്നല്ലോ, ഇതെല്ലാം നിയമത്തിന് വിട്ടുകൊടുക്കാനോ ഭവാനി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഭവാനിയായിട്ട് തന്നെ ഇല്ലാതാക്കിയതാണ് ഭവാനിയുടെ ഭർത്താവിനെ. കഷ്ടകാലത്തിന് ആ സമയത്ത് സത്യൻ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അപ്പോൾ സത്യം വരുന്നതെല്ലാം കണ്ടുകൊണ്ട് ഗംഭീര ആക്ടിങ്ങും അങ്ങ് കാഴ്ചവെച്ചു ഭവാനി തമ്പുരാട്ടി. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞത് സത്യൻ്റെ തലയിലും വന്നു. സത്യനാണ് അനിയൻ മരിക്കാൻ കാരണം എന്നുള്ളൊരു രീതിയിലേക്ക് ഭവാനി അത് വളച്ചൊടിച്ച് ആ കഥയാക്കി. അങ്ങനെ ഭവാനി ആ ഒരു ചെയ്ത കൊടും ക്രൂരതയുടെ കഥ ഭവാനി തന്നെ നിന്ന് ചിന്തിക്കുകയാണ്. സ്വന്തം ഭർത്താവിനെ കെട്ടിത്തൂക്കിയത് ഭവാനിയാണ് എന്നുള്ള ആ ഒരിത്. അന്നും ഭവാനിക്ക് കൂട്ടായും ഇതൊക്കെ ആയിട്ടും മറ്റേ ആളുണ്ടായിരുന്നു, നമ്മുടെ കമാൽ. അങ്ങനെ എന്തായാലും ഭവാനി ആ സത്യം പുറത്തു വിട്ടു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഭൂമി വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് മൊബൈൽ ഷോപ്പിലേക്കാണ്. മൊബൈൽ ഷോപ്പിലേക്ക് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, അച്ഛൻ്റെ ഫോൺ അവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വാങ്ങിക്കാനാണ് പോണത്. അതിൻ്റെ കാര്യം എന്തായെന്ന് അറിയാനായിട്ട് ഭൂമി അവിടെ ചെന്നപ്പോഴേക്കും അയാൾ പറഞ്ഞു ഫോൺ കൊടുത്തയച്ചിരിക്കുകയാണ്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് ഇതുവരെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന രീതിയിൽ ആ കടക്കാരൻ സംസാരിച്ചപ്പോഴത്തേക്കും ഭൂമി പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, എനിക്ക് ആ ഫോൺ വേണം. കാരണം എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ഫോണാണത്. ആ ഫോൺ എന്ത് രീതിയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് നന്നാക്കി തരണം, കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഭൂമി ഇങ്ങനെ കടക്കാരനോട് പറയുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ മാക്സിമം നോക്കുന്നുമുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നിങ്ങനെ അയാൾ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഭൂമി അവിടെ നിന്ന് നേരെ പോരുകയും ചെയ്തു. ഇതേ സമയത്ത് ഈ ഭവാനി പറഞ്ഞയച്ച ആൾ നേരെ സൗഭാഗ്യപുരത്തേക്ക് പോവുക. അവിടെ അയാൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് ഭവാനിയെ പറ്റിയും മകളെ പറ്റിയും ഓർത്ത് സൗഭാഗ്യവതി അമ്മ ഇരുന്ന് കരച്ചില്ല. എൻ്റെ കുട്ടികൾ എവിടെയാ, എൻ്റെ കുട്ടികൾ എവിടെയാ, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് മാധവനും സംഗീത ഇവരെല്ലാവരും ചുറ്റിനും നിൽപ്പുണ്ട്. ഭവാനി ഭവാനി എന്നും പറഞ്ഞുകൊണ്ട് കരച്ചിലും പറച്ചിലുമായിട്ട് ഇങ്ങനെ സൗഭാഗ്യവതി അമ്മ അവിടെ ഇരിക്കുവാണ്. അപ്പോഴാണ് ഇയാൾ അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഇത് സൗഭാഗ്യപുരത്ത് അല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങ് കയറി ചെന്നു. അപ്പോൾ അതേന്ന് പറഞ്ഞു. നിങ്ങളാരാ, എന്തിനാ വന്നതെന്നൊക്കെ അപ്പോൾ സംഗീതയും അതുപോലെ മാധവനും ചോദിക്കും കേട്ടോ. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാ. ഇന്ന പോലെ നിങ്ങൾ ഒരു അമ്മയെയും മകളെയും അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നു. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ആകാംക്ഷ. അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മുത്തശ്ശി ചാടി എഴുന്നേറ്റു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദേ ഒരു അമ്മയും മോളും ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ഇന്നടുത്ത് ഇന്ന രീതിയിൽ താമസിക്കുന്നുണ്ടെന്നും കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അവരവിടെ വന്നിട്ട്, ഏതോ പൈസയുള്ള വീട്ടിലെ ആൾക്കാരാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അത് ഇവിടുത്തെ ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കാൻ ഇയാൾ പറയാം. അപ്പോൾ ഈ ഭവാനി പറഞ്ഞു പിടിപ്പിച്ച വാക്കുകൾ അച്ചടിച്ചതുപോലെ അയാൾ ഇവിടെ വന്ന് ഇതെല്ലാം പറഞ്ഞു കേൾപ്പിക്കാം. ഇയാൾ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സൗഭാഗ്യവതിയമ്മയ്ക്ക് എൻ്റെ പിള്ളേർ തന്നെയാണ്, എൻ്റെ ഭവാനി, എൻ്റെ അഞ്ജനമോളും, അത് മാധവ പോയി കൂട്ടിക്കൊണ്ട് വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുത്. അപ്പോൾ ഞാൻ പോകാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മാധവൻ. അപ്പോഴത്തേക്ക് സംഗീതയ്ക്കും ഭയങ്കര പ്രതീക്ഷ. അപ്പോഴത്തേക്ക് അനുപമ അങ്ങോട്ടേക്ക് വന്ന് എന്താണെന്ന് ചോദിച്ചു വന്നു. അപ്പോൾ അനുപമയോട് ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്നാൽ ഇത് ഇയാളെ കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് ധൃതി വയ്ക്കുക. എൻ്റെ കുട്ടികളെ കയ്യോടെ കൂട്ടിക്കൊണ്ട് വരണേടാ മാധവ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൂട്ടിക്കൊണ്ട് വരാം അമ്മയെന്നും പറഞ്ഞ് മാധവൻ. ആ സമയം ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു. അയാളുടെ കൂടെ മാധവനും സംഗീതയും കൂടെ പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുമോ എന്ന് അനുപമയ്ക്കൊരു സംശയം. അപ്പോഴേക്കും മുത്തശ്ശി അവിടെ ഇരുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ കുട്ടികൾക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് തോന്നിക്കണേ, ഒരാപത്തും വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ. ഈ സമയം കൊണ്ട് ഇവർ ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഈ കൂടെ പറഞ്ഞു വിട്ട ആൾ പറഞ്ഞു, ദേ ആ കാണുന്ന കേട്ടോ വീടെന്നും പറഞ്ഞ് വീടും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവരങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഭവാനി അവിടെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു, മകൾ അകത്ത് എന്തോ പണി. അപ്പോൾ ഈ വണ്ടിയുടെ ശബ്ദം കേട്ട് ഭവാനി നോക്കുക. അപ്പോഴേക്കും അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും ഭവാനി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ കാര്യം ഉദ്ദേശിച്ചാലേ നടന്നു. ദൈവമേ, ഇനി ഇവർ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ വരുന്നത്, ഈ വരവിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളൊരു പേടി ഭവാനിക്കുണ്ട്. അങ്ങനെ ഭവാനിയും അതുപോലെ സംഗീതയും മാധവനും കൂടെ അവിടെ നിന്ന് സംസാരിക്കും. അപ്പോൾ ഭവാനി ഇവരോട് ഭയങ്കര ഇതായിട്ട്, നിങ്ങളെന്തിനാ വന്നത്, ഞങ്ങൾ ഉപേക്ഷിച്ചതല്ലേ, ആ വീട്ടിൽ ഒരു അവകാശം ഒരു സ്ഥാനവും ഇല്ലാത്തവരല്ലേ ഞങ്ങൾ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത്. അപ്പോൾ നീ എന്ത് വിവേക ഭവാനി കാണിച്ചതെന്ന് ചോദിച്ചു മാധവനും സംഗീതയും. അപ്പോൾ അവരുടെ ടൂൺ കേട്ടപ്പോൾ മനസ്സിലായി ഭൂമിയൊന്നും വന്ന് പറഞ്ഞിട്ടുമില്ല, ഇവരൊന്നും അറിഞ്ഞിട്ടുമില്ല എന്ന്. പിന്നെ നമ്മുടെ ഭവാനിയുടെ തനിരൂപം പുറത്തേക്ക് വന്നു. അതുവരെ കുറച്ച് പേടിയോടുകൂടി നിന്ന ഭവാനി പിന്നെ സടകുടഞ്ഞെഴുന്നേറ്റു.
ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല, ഞങ്ങൾ അങ്ങനെയല്ലേ, ഞങ്ങൾ ഇങ്ങനെയല്ലേ, എങ്ങാണ്ട് നിന്ന് വന്ന ഒരുത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുക. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ എനിക്കിനി ആ വീട്ടിലൊരു സ്ഥാനമില്ലെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ മോൾക്കും ആ വീട്ടിലൊരു സ്ഥാനമില്ലെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ അങ്ങനെയൊന്നും പറയരുത്, നിന്നെ അങ്ങനെയാണോ ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്, നിനക്ക് അങ്ങനെയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്ന ജീവിതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഗീത ചോദിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ വിളിക്കുക. അപ്പോൾ എന്താ അമ്മ അവിടെ എന്താ ഒരു ഒച്ച കേൾക്കണേന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു അഞ്ജന. അപ്പോൾ അഞ്ജനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. എന്നാ ഒരു നൈറ്റിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ മോളെ ഇത് എന്ത് കോലമാണെന്ന് ചോദിച്ചു സംഗീത. അപ്പോഴത്തേക്ക് അമ്മയുടെ നേരെ ഇങ്ങനെ മോള് നോക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഇവിടെ നിൽക്കില്ല, നിങ്ങളിങ്ങനെ ഇവിടെ നിൽക്കേണ്ടവരല്ല, അമ്മ എത്ര ദിവസമായെന്ന് അറിയോ, എന്തെങ്കിലും നേരെ ചൊവ്വനെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നമുക്ക് പോകാം, നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഇവർ വിളിക്കുന്നു. അപ്പോഴത്തേക്കും ഇല്ല, ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. എന്താ മോളെ നീ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങളുടെ വീട് ഇതല്ല, നിങ്ങളുടെ വീട് സൗഭാഗ്യപൂരമല്ലേ, നിങ്ങൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തോന്നലൊന്നും ഞങ്ങൾക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഡയലോഗ്. അപ്പോഴത്തേക്ക് അഞ്ജന ചാടി കയറി പറഞ്ഞു, ഞങ്ങൾ വരാം, പക്ഷേ ഇവിടെ വന്ന് അജയ് ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ മോളെ അങ്ങനെ ഒരു വാശി? അത് വാശിയൊന്നുമല്ല, അജയ് ആണ് എന്നെ വേണ്ടാന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. അജയ് ഇവിടെ വന്ന് എന്നെ വിളിക്കുക മാത്രമല്ല, അജയ് എന്നെ കെട്ടിക്കോളാമെന്ന് എനിക്ക് ഉറപ്പും തരണം, അങ്ങനെ ഉണ്ടെങ്കിലേ ഞങ്ങൾ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭവാനിക്ക് ഭയങ്കര സന്തോഷം. ഭവാനി എന്നിട്ട് മോളെ നോക്കി ഇങ്ങനെ ചിരിക്കുക. മോളെ അവൻ നിന്നെ തന്നെ വിവാഹം കഴിക്കുമല്ലോ, അത് നിങ്ങൾ പറഞ്ഞാൽ പോരാ, അജയ് തന്നെ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അജയ് ആ ഉറപ്പ് എനിക്ക് തരണമെന്നും അഞ്ജന പറയുവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇനി സൗഭാഗ്യപുരത്തിന് വരുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാമെന്നും പറഞ്ഞു. എന്തായാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളോടൊപ്പം ഞങ്ങൾ വരില്ല എന്ന് അഞ്ജന കട്ടായം പറയുന്നിടത്ത് അവരെന്നാ പറയാനാ. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും മോളും കൂടെ കൈ അടിച്ചത് പാസ്സാക്കി. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേൻ്റെ പെർഫോമൻസ് എന്ന് മോള് അടിപൊളി, ഈ ഒരു ഇതിൽ തന്നെ നീ നിന്നാൽ മതിയെന്നും വേറെ ആരെ കൊണ്ടും ഒന്നും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അതും കഴിഞ്ഞിട്ട് ഇവർ നേരെ സൗഭാഗ്യപുരത്തി എന്നപ്പോഴത്തേക്കും മുത്തശ്ശി ഇവരെ മക്കളെ കൈയേക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ചെന്നപ്പോൾ വെറും കൈയോടെ ചെല്ലുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചു. അവരെന്നാ വരാത്തതെന്ന് ചോദിച്ചു. അവർ ഇന്ന സ്ഥലത്ത് ഇന്ന പോലൊരു സാഹചര്യത്തിലാമേ, ചെറിയൊരു വീട്ടിലാമേ താമസിക്കുന്നത്, അഞ്ജനമോളെ കണ്ട് എൻ്റെ ചങ്ക് തകർന്നു പോയമ്മേ, ഭവാനിയെ കണ്ട് എനിക്ക് ആകെ വിഷമമായമ്മേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം പിന്നെന്താ നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. ആ സമയത്ത് അഞ്ജന പറഞ്ഞ കാര്യങ്ങൾ പറയുക. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അഞ്ജന പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്, അവൾ പറഞ്ഞത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ, നമ്മൾ ന്യായമാണ് പറഞ്ഞത്, അത് ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്തായാലും അജയ്യെ കൊണ്ട് അത് ചെയ്യിക്കണം, അജയ് അവൾക്ക് ഉറപ്പ് കൊടുത്ത് അവളെ വിളിച്ചുകൊണ്ട് വരിക തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഇത്. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ അജയ് അങ്ങോട്ടേക്ക് വരുന്നു. അജയ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ സ്വഭാവം ഒരു ഇതായിട്ട് സംസാരിക്കുന്നതാണല്ലോ, അങ്ങനെ ഇച്ചിരി പരുഷമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരെ കണ്ട കാര്യം പറഞ്ഞു. കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടെന്താ അവരെ കൂട്ടിക്കൊണ്ട് വരാത്തതെന്ന് അജയ് ചോദിച്ചപ്പോൾ അജയോട് അവർ പറഞ്ഞ കാര്യം പറയാം, അഞ്ജന പറഞ്ഞ കാര്യം പറയാം. അപ്പം അത് നടക്കില്ല എന്ന് അജയ്ക്ക് അറിയാം. അജയ് എന്നിട്ട് ആകെ ദേഷ്യത്തിലായി. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, അഞ്ജനയും നീയുമായുള്ള വിവാഹം നടക്കുമെന്നുള്ള ഉറപ്പ് നീ അഞ്ജനയ്ക്ക് കൊടുക്കണം, അങ്ങനെ അഞ്ജനയെ തിരിച്ച് നീ വിളിച്ചുകൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അജയ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി വാതിലടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സംഗീത ചെന്ന് വാതിലെ കൊട്ടാൻ തുടങ്ങി. വാതിൽ തുറക്കും മോനെ എന്ന് പറഞ്ഞു. അജയ് ഒന്നും പറഞ്ഞില്ല, യെസ്സും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല, ഒന്നും പറയാതെ അകത്തേക്ക് കയറി അങ്ങ് പോയി. മൊത്തത്തിൽ കൺഫ്യൂഷൻ, മൊത്തത്തിൽ കുളം കലങ്ങി കിടക്കുക. പാവം ഇതിനിടയിൽ ഭൂമി കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക തൻ്റെ അമ്മയെ ഇറക്കാൻ വേണ്ടിയിട്ട്. അതിലും വലിയ ഭൂകമ്പം സൗഭാഗ്യപുരത്ത് നടക്കുന്നു. എല്ലാം കൂടെ തല പുകഞ്ഞ് നമ്മുടെ അജയ് ഇങ്ങനെ ഇരിക്കുന്നതും അജയ് ഇപ്പോൾ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാണ് ഭവാനി. ഇതിനിടയ്ക്ക് ഭവാനി കമാലിനെ വിളിച്ചു. എന്നിട്ട് അയാളെ വിളിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അയാൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് ഭവാനിക്കും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അടിപൊളി എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.